ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മീനൂസ് ഫുഡ് ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എഗ് ടൊമാറ്റോ ഗ്രേവിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. അപ്പോൾ അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ കടുകെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഞാനൊരു 3/4 ഭാഗത്തോളം വരുന്ന സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റി ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയി ഒന്ന് വഴണ്ട് വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് കുറച്ച് നേരം ഒന്ന് വാടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ സവാള ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എടുക്കാം. നമ്മളിതിൽ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതുപോലെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി നമ്മൾ 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 മീഡിയം സൈസുള്ള തക്കാളിയാണ്, ഒരുപാട് തിന്നായിട്ടൊന്നും അല്ല നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും നമുക്കിതിലേക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂണോളം നമ്മുടെ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് നന്നായിട്ടൊന്ന് വെന്ത് വരണതിന് മുന്നേ തന്നെ നമുക്കിതൊക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇതിൻ്റെ പച്ചമണം എല്ലാം പോകുന്ന നേരം വരെ നന്നായിട്ട് ഇതിനൊന്ന് വേവിച്ചിട്ടെടുക്കണം. നന്നായിട്ട് ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3-4 ടീസ്പൂണോളം വരുന്ന നമ്മുടെ സാധാരണ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നന്നായിട്ട് ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണ വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 3-4 ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വെന്ത് വരണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെന്ത് തുടങ്ങിയപ്പോഴേക്കും നമ്മൾ കയ്യിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയും ഗ്രേവിയൊക്കെ ആയിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സായി വരണ പോലെ നമുക്കിതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് വേവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് കൂടി ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗവിൽ നിന്നിട്ട് ഇറക്കി വെക്കാം. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കും ചോറിനും അങ്ങനെ എല്ലാത്തിനും പറ്റുന്ന ഒരു അടിപൊളി ഗ്രേവിയാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.